ഹായ്, ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് എങ്ങനെയാണ് നല്ലൊരു ചിക്കൻ കറി വെക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി 1 കിലോ ചിക്കൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒരു 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ചെറിയൊരു ഉരുളി ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. ഉരുളി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് ഇനി 2 വലിയ സവാള അരിഞ്ഞെടുത്തതാണ് അത് ചേർക്കാം. സവാള ഒന്ന് വാടി വരാൻ വേണ്ടി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. സവാള നന്നായിട്ട് വഴണ്ടി വരണം. അതുവരെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. സവാളപ്പം ഒന്ന് പകുതി വാടി വന്നിട്ടുണ്ട്. നമുക്കതിലോട്ട് ഒരു 3 എരിവുള്ള പച്ചമുളകാണ്, അത് നെടുകെ കീറിയത് ഇട്ട് കൊടുക്കാം. ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി നമുക്ക് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇളക്കി യോജിപ്പിക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ പച്ചമണം മാറണം. അതുപോലെ തന്നെ സവാള നന്നായിട്ട് വാടി വരും വേണം. അപ്പം അതുവരെ നമുക്ക് ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ചെറിയ 2 തക്കാളി അരിഞ്ഞെടുത്തതാണ്, അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി ഒന്ന് വാടി വരട്ടെ, നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. സവാളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഒന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്കിതിൽ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. വലിയ ജീരകം പൊടിച്ചതാണ്, അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിലോട്ട് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കൻ ഒന്ന് നന്നായി ഈ മസാലയിലോട്ട് മിക്സ് ചെയ്തെടുക്കണം. രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. പൊടികളെല്ലാം ഇപ്പോൾ ചിക്കനിൽ ഒന്ന് പിടിച്ചു വന്നിട്ടുണ്ട്. നമുക്കിനി ചിക്കന് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ചിക്കനൊക്കെ വെന്ത് പാകമായി വരുമ്പോൾ അതിലോട്ട് പിടിക്കാനുള്ള ഉപ്പില്ലെങ്കിൽ അത് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കൻ വേവുന്നത് വരെ നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം.
വെള്ളം ഇല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം അതിനാവശ്യത്തിന് വെള്ളമുണ്ട്. ഇനി കുറച്ച് നേരം കൂടെ നമുക്ക് അടച്ച് വെച്ച് തന്നെ വേവിക്കാം. കറി ഒന്ന് തുറന്ന് നോക്കാം. വെള്ളം ഒന്ന് പറ്റി വരണം. എണ്ണയൊക്കെ ശരിക്കും ഒന്ന് തെളിഞ്ഞ് വരട്ടെ. ചിക്കൻ ഒരു 3/4 വേവോളം ആയിട്ടുണ്ട്. ബാക്കിയും കൂടെ ആവണം. നമുക്ക് അടച്ച് വെച്ച് തന്നെ വേവിക്കാം. അപ്പോൾ ചിക്കനൊക്കെ വന്ന് വെള്ളമൊക്കെ പറ്റി എല്ലാം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്ത് ചിരകി അതിൻ്റെ പാലെടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് 2ാം പാലാണ് കേട്ടോ. ഒരു 1/2 കപ്പ് 2ാം പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതൊന്ന് 2 മിനിറ്റ് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് 1ാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് 1ാം പാലുണ്ട്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില മുകളിലൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ കറി ചൂടാക്കൊന്നും വേണ്ട. ആ കറിയുടെ ചൂട് കൊണ്ട് തന്നെ പാലൊന്ന് റെഡി ആയിക്കോളും. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ല ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ഫുഡിലോട്ടും ഒഴിച്ച് കറിയായിട്ട് ഉപയോഗിക്കാം. അപ്പം, ചോറ്, പുട്ട്, ചപ്പാത്തി ഏതിലോട്ടും. ചിക്കൻ നമ്മൾ എങ്ങനെയും കറി വെക്കൂല്ലേ. ചിലപ്പോൾ തേങ്ങ പാൽ ഒഴിച്ചിട്ട് തേങ്ങ അരച്ച് ചേർത്തിട്ട്, അല്ലെങ്കിൽ തേങ്ങ ഒട്ടും ചേർക്കാതെ, അങ്ങനെ പല രീതിയിൽ പല ടേസ്റ്റിലൊക്കെ നമ്മൾ കറി വെക്കും. അപ്പോൾ ഇനി വെക്കുമ്പോൾ എന്തായാലും ഈ രീതിയിലൊന്ന് വെച്ച് നോക്കുക എല്ലാവരും. അപ്പോൾ ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാൻ ഞാനിവിടെ നല്ല പുട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് കറി വെച്ച് കൊടുക്കാം. ചിക്കൻ കറി നല്ല ഗ്രേവിയൊക്കെ തിക്കായിട്ടാണ് ഇരിക്കുന്നത്. തേങ്ങാപ്പാലിൻ്റെയൊക്കെ നമുക്കറിയാം, അതിൽ കൂടുതൽ തേങ്ങാപ്പാൽ നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വീട്ടിൽ ചിക്കനൊക്കെ വാങ്ങുമ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.